ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ആയിട്ടുള്ള ഒരു ദാൽ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഇതിന് ആവശ്യമായിട്ടുള്ളത് മസൂർ ദാലാണ്, അഥവാ മുതിര എന്നാണ് ഇതിന് പറയുന്നത്. ഇതിലോട്ട് നമ്മൾ ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലയും മുരിങ്ങക്കോലുമാണ്. ആദ്യം തന്നെ അടി കട്ടിയുള്ള ഒരു കുക്കർ എടുക്കുക. അത് ചൂടാക്കിയ ശേഷം നമ്മൾ അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നമ്മളൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിലോട്ട് നമ്മൾ 3 മുതൽ 4 വരെ വറ്റൽമുളക് മുഴുവനായിട്ട് ഇട്ട് ഒന്നുകൂടി ഇളക്കി ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. നമ്മൾ എല്ലാ കറികളിലും ധാരാളമായിട്ട് ചെറിയുള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആരോഗ്യത്തിന് ടേസ്റ്റ് കൂടാനും ആരോഗ്യത്തിനും ഒക്കെ തന്നെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് ചുമന്നുള്ളി എന്ന് പറയുന്നത്. ഇതിൽ ധാരാളമായിട്ട് ഫോളിക് ആസിഡ് ഉണ്ട്. അത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യും. രക്തക്കുറവിൽ നിന്നൊക്കെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ചുമന്നുള്ളി ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാ കറികളിലും നമ്മൾ ചുമന്നുള്ളി സവോളയ്ക്ക് പകരം ചേർക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ സവോളയിലുള്ള മധുരം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉള്ളൊരു വേർഷനാണ്. പിന്നീട് നമ്മൾ ഇതിനാവശ്യത്തിന് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊടികൾ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. 1-1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കറിക്കൊരു കളറ് കിട്ടാനും ആവശ്യത്തിന് എരിവിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചില്ലി പൗഡർ ചേർക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കറിയിലോട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മസാല പിടിക്കുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് മുന്നേ ഒരു തക്കാളി, കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ. അതൊന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കുക. പിന്നീട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില മുഴുവൻ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മുരിങ്ങക്കോലും നമുക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയും മുരിങ്ങക്കോലും ഒക്കെ വളരെ ഔഷധ ഗുണമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതൊക്കെ ചേർത്ത് കറികളിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആരോഗ്യപ്രദമായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എടുത്തു എന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിതൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ മസൂർ ദാൽ ഒരു അരമണിക്കൂർ, കറി വയ്ക്കുന്നതിന് 1/2 മണിക്കൂർ മുന്നേ എങ്കിലും ഒന്ന് കുറച്ച് നേരം കുതിർത്ത് വെച്ച ശേഷം വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ട് ഫൈനലി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലോ 2 വിസിലോ മാക്സിമം ചേർത്ത് കഴിഞ്ഞാൽ, അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. സിമ്പിളായിട്ട് ചെയ്യാമെങ്കിലും ഇതിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണ്ട ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, എലിമെൻറ്റ്സ് എല്ലാം ഇതിൽ നിന്ന് കിട്ടും. അപ്പം നമ്മളിത് സെർവ് ചെയ്യുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. ചെറിയൊരു സാലഡും കൂടെ ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം.